പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു മാട്രസ് ആണ് കേട്ടോ. നോർമലി നമ്മളുടെ റിവ്യൂ ചെയ്യുന്ന സാധനങ്ങളും അല്ലെങ്കിൽ ഗാഡ്ജറ്റ് സാധനങ്ങളും ഒക്കെ നമുക്ക് ഈ ഒരു ടേബിളിൽ വെച്ച് തന്നെ നമുക്ക് പൊട്ടിക്കാൻ പറ്റും. പക്ഷേ ഇന്നത്തെ സാധനം എന്ന് പറയുന്നത് വളരെയധികം ഹെവി ആയതുകൊണ്ട് ഞാൻ ഓൾറെഡി അത് കട്ടിൽ പൊട്ടിച്ചിട്ടുണ്ട്. എന്തായാലും നിങ്ങളത് ഞാൻ കാണിച്ചു തരാം. നമ്മളിതിന് മുന്നേ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ സ്ലീപ്പ് കമ്പനിയുടെ ഒരു മാട്രസ് റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൽ നിന്ന് എനിക്കൊരു നല്ല ഒരു എന്താ പറയുക എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു റിസൾട്ട്സും അതുപോലെ തന്നെ കിടക്കാനൊക്കെ നല്ല കംഫർട്ട് ആയതുകൊണ്ട് തന്നെ ഒരു നെക്സ്റ്റ് റൂമിലത്തേക്കും അതുപോലുള്ളൊരു മാട്രസ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്രാവശ്യത്തെ ആ ഒരു മാട്രസും ഏകദേശം സെയിം സൈസിലൊക്കെ ഉള്ളത് തന്നെയാണ്. അപ്പോൾ ക്യൂൻ സൈസിലുള്ള ഒരു മാട്രസാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. എന്തായാലും നിങ്ങൾക്ക് ആ ഒരു മാട്രസും അതിനെ പറ്റിയിട്ടുള്ള വിശേഷങ്ങളും ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. നമുക്കെന്താ അങ്ങോട്ട് പോകാം. അപ്പോൾ ഇതാണ് നമ്മളുടെ മാട്രസ് എന്ന് പറയുന്നത്. ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം വലിയ സൈസിലുള്ള ഒരു ക്യൂൻ സൈസ് മാട്രസാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സൈസ് മാട്രസ് നമ്മളെ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ വന്നതുപോലെ തന്നെയാണ് ഇതും വന്നിട്ടുള്ളത്. അപ്പോൾ ആ പാക്കേജൊക്കെ അൺബോക്സ് ചെയ്ത് നമ്മൾ ഓൾറെഡി കട്ടിലേക്ക് വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അൺബോക്സിങ് ചെയ്യാൻ നല്ലൊരു സമയം എടുക്കും. സോ അതുകൊണ്ട് ഞാൻ ഓൾറെഡി നേരത്തെ എല്ലാം ചെയ്തു വെച്ചു. അപ്പോൾ ഈ ഒരു മാട്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മാർട്ട് ഗ്രിഡ് ടെക്നോളജി വരുന്നതാണ്. ജാപ്പനീസ് പാറ്റേൺ ടെക്നോളജിയാണ്. സോ അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ്സ് എല്ലാം നമുക്ക് ഇതിൽ കിട്ടും എന്നുള്ളതാണ്. ഒരു തരത്തിലുള്ളൊരു പോളിമർ മെറ്റീരിയലാണ് കേട്ടോ. അത് ഒരേ സമയം നമുക്ക് സോഫ്റ്റും അതുപോലെ തന്നെ ഫേമും ആയിട്ട് തോന്നുന്ന തരത്തിലുള്ളൊരു മെറ്റീരിയലാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യത്തെ സ്ലീപ്പ് കമ്പനിയുടെ മാട്രസ് ഉപയോഗിച്ചപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സോ അതുകൊണ്ടാണ് ഇപ്പോഴും ഈ ഒരു മാട്രസ് തന്നെ രണ്ടാമതും ചൂസ് ചെയ്തത്. അതുപോലെ തന്നെ ഇതിൻ്റെ ബ്രാൻഡിന് അത്യാവശ്യം സർട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. AECയുടെ സർട്ടിഫിക്കറ്റും DRDOയുടെ സർട്ടിഫിക്കറ്റും ഒക്കെ ഉള്ളതാണ്. സോ ആ ഒരു ബെനിഫിറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഒരുപാടധികം ഇതിനകത്ത് കിട്ടും. ആ ഒരു സ്മാർട്ട് ഗ്രിഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇത് കണ്ടില്ല, ഒരു ഗ്രിഡാണ് ഇതിനകത്ത്. ഒരു റബ്ബറൈസർ പോലത്തെ ഒരു സംഭവം വെച്ചിട്ടുള്ള ഒരു ഗ്രിഡാണ്. ഈ ഒരു ഗ്രിഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ബാക്കിന് നല്ല സപ്പോർട്ട് കിട്ടും. അതോടൊപ്പം തന്നെ ഈ ഒരു ടെക്നോളജി എന്ന് പറയാം. ആ ഒരു രീതിയിൽ ഒരേ സമയം നമുക്ക് ഫേമും അതുപോലെ തന്നെ സോഫ്റ്റുമായിട്ട് തരുന്നൊരു മെറ്റീരിയലാണ്. അപ്പോൾ കിടക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു കംഫർട്ട് ഫീൽ ചെയ്യാൻ പറ്റും. പോരാത്തന്നെ ഈ സ്മാർട്ട് ഗ്രിഡിൻ്റെ ഇടയിൽ ഒരു എയർ ചാനൽ രൂപപ്പെടുമല്ലോ. ഈ ഒരു ഡിസൈൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. സോ അതിൻ്റെ ഇടയിൽ എയർ ചാനൽ ഉള്ളത് കൊണ്ട് തന്നെ ഏകദേശം 2500 എയർ ചാനലുകൾ വരും ഒരു മെത്തയിൽ നോക്കിക്കഴിഞ്ഞാൽ. ഒരു എയർ ചാനൽ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ കിടക്കുന്ന സമയത്ത് ഈ ഒരു ഓക്സിജൻ്റെ വരവും പോക്കും അല്ലെങ്കിൽ എയറിൻ്റെ വരവും പോക്കും ഒക്കെ ഒരുപാടധികം ഇതിനകത്ത് ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കംഫർട്ട് അതിനകത്ത് കിട്ടും എന്നുള്ളതാണ്. ഇതേ സ്ഥാനത്ത് നമ്മൾ മെമ്മറി ഫോമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു രാത്രി സമയങ്ങളിൽ നമ്മൾ കിടക്കുന്ന സമയത്ത് നമ്മുടെ ബോഡി ഹീറ്റൊക്കെ വലിച്ചെടുത്തിട്ട് നമുക്ക് രാത്രി സമയമാകുമ്പോൾ ഒരുപാടധികം വേർക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ ആ പ്രശ്നങ്ങളൊന്നും ഇതിനകത്ത് വരുന്നില്ല എന്നുള്ളൊരു ബെനിഫിറ്റ് കൂടെ ഉണ്ട്. ഈ ബെഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്ലെയിംസ് എന്ന് പറയുന്നത് ഏകദേശം 93% നിങ്ങൾക്ക് ബാക്ക് പെയിനിൽ നിന്നൊരു റിലീഫ് ഉണ്ടാവും. അതുപോലെ തന്നെ ഏകദേശം 40% ഡീപ്പർ സ്ലീപ്പ് നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡിൽ കിടന്നാൽ കിട്ടും. 5 മുതൽ 6 ഡിഗ്രി വരെ കൂളറായിരിക്കും നോർമൽ മാട്രസിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ. പിന്നെ ടെസ്റ്റുകൾ പലവിധം ചെയ്തിട്ടുണ്ട്. എഗ് ടെസ്റ്റ് അതുപോലെ തന്നെ ഗ്ലാസ് ടെസ്റ്റ് അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഈ മെത്തേഡിൽ ചെയ്തിട്ടുണ്ട്. പിന്നീട് എടുത്ത് പറയേണ്ടത് ഓർത്തോ റിലീഫിന് വേണ്ടിയിട്ടുള്ള ഫോം വെച്ചിട്ടുള്ള കോയിൽസ് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. കോയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബൺ ടെമ്പേർഡ് സ്റ്റീൽസാണ് അതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഇടയിലായിട്ട് കാണുന്നതെല്ലാം അതാണ് പ്രധാനമായിട്ടും നമുക്ക് ബാക്ക് പെയിനൊക്കെ അതുപോലെ തന്നെ ആ ഒരു മെത്തയ്ക്ക് അത്യാവശ്യം വേണ്ട ഒരു ഫേംനെസ് കൊടുക്കുന്നത് ഈ കോയിൽസാണ്. അതോടൊപ്പം തന്നെ ആ ഒരു സോഫ്റ്റ്നെസ്സും ഈ ഒരു കോയിൽ കൊടുക്കും എന്നുള്ളതാണ്. സോ അതും കൂടെ ചേർന്നിട്ടാണ് നമുക്ക് ഇത്രയും കംഫർട്ട് ഈ ഒരു മാട്രസിനകത്ത് കിട്ടുന്നത്. സോ അറ്റ്മോസ്റ്റ് എന്ന് പറയുന്ന സംഭവങ്ങൾ എല്ലാം നമ്മുടെ ആ ഒരു ഹെൽത്ത് ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ട് കൂടിയിട്ടാണ് ഈ മാട്രസ് ഉള്ളത്. ഈ ഒരു സ്മാർട്ട് ഓർത്തോ ഹൈബ്രിഡ് മാട്രസിൻ്റെ ഫേംനെസ് എന്ന് പറയുന്നത് മീഡിയം ഫേംനെസ് ആണ്. ഫേംനെസ് സ്കോർ നോക്കിക്കഴിഞ്ഞാൽ 6 ആയിരിക്കും കാണുക. സോ ആ തരത്തിലുള്ള ഒരു ഫേംനെസ് നിങ്ങൾക്ക് ഈ ഒരു മാട്രസിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. സോ ഒരു ഹോട്ടൽ ലൈക്ക് ഫീലുള്ള ഒരു മാട്രസ് ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സ്ലീപ്പ് കമ്പനിയുടെ മാട്രസ് നോക്കുക. ഓൾറെഡി ഞാൻ 2 ഓൺ ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് പ്രോപ്പറായിട്ടുള്ളൊരു വ്യൂ ഇതിനെ പറ്റിയിട്ട് നൽകാൻ കഴിയും. സോ ബാക്ക് പെയിനിൽ നിന്ന് റിലീഫും അതുപോലെ തന്നെ നല്ലൊരു കംഫർട്ടുമാണ്. ആ ഒരു ഹോട്ടൽ ലൈക്ക് ഫീലൊക്കെ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ
സ്ലീപ്പ് കമ്പനിയാണ് നോക്കേണ്ടത്. സോ ഇത് വാങ്ങിക്കാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതുവഴി വാങ്ങിക്കാവുന്നതാണ്. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനമായിട്ട് വരുന്നവരെ ബൈ ഗൈസ്.